53ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തദ്ദേശീയ കലാരൂപങ്ങളെ ഉൾപ്പെടുത്തിയതെന്നുള്ളതാണ്. 249 കലാരൂപങ്ങളിൽ 5 തദ്ദേശീയ കലാരൂപങ്ങളാണ്. ഞാനിപ്പോഴുള്ളത് കനകക്കുന്നിലെ നിശാഗന്ധിയിലെ കബനി വേദിയിലാണ്. ഈ വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് മംഗലം കളിയാണ്. ഈ കളി പഠിപ്പിച്ച കാസർഗോഡിലെ ഒരു അധ്യാപകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിംജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാഷെ, എത്ര നാളെടുത്തു കുട്ടികളെ പഠിപ്പിക്കാനായി? കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഏകദേശം നമ്മുടെ സബ് ജില്ലയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 15 ദിവസം എടുത്തിരുന്നു. പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഒരു കലയായതുകൊണ്ട് തന്നെ അത് കൊട്ടും പാട്ടും താളവും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. അത് കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി ഇന്ന് വേദിയിൽ സംസ്ഥാന തലം വരെ എത്തി മിന്നിത്തിളകാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നാണ് സത്യം. ഈ പൊതുവെ ഈ മംഗലം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മലബാർ സൈഡ് കഴിഞ്ഞാൽ പിന്നെ തെക്കൻ ഭാഗത്തേക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്താണ് ഈ ശരിക്കും ഈ മംഗലം കളിയുടെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്താണ്? ഇത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മാബിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന കലയാണ് മംഗലം കളി എന്ന് പറയുന്നത്. അത് പിന്നെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കളിയാണ്. അത് 2 മംഗലം, പൊങ്ങം മംഗലം, കല്യാണം, അങ്ങനെ 3 കല്യാണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നൃത്തരൂപമാണ് ഇത്. അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഗോത്രകല തന്നെയാണിത്. അതിൽ തുളുപ്പാട്ടുകൾ, മലയാളം പാട്ടുകളുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും മലവേട്ട് സമുദായത്തിനും മംഗലം കളി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മലവേട്ട് സമുദായത്തിന് പന്തൽ പാട്ട് എന്നതാണ്, അത് കൂന്തൻ കളി എന്നാണ് പറയുന്നത്. കൂന്തൻ കളി പിന്നെ മലവേട്ട് സമുദായത്തിനും മാവിലൻ സമുദായത്തിനും മംഗലം കളിയാണ് ഉള്ളത്. പക്ഷേ കിർത്താഡ്സ് ഇതിപ്പോൾ ഈ മത്സരത്തിന് ഉൾപ്പെടുത്തിയതുകൊണ്ട് 2 ടീമിനെ ചേർത്ത് അവരുടെ 2 പാട്ടുകളും ചേർത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയില്ല. കുറഞ്ഞ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പരിശീലനം നമുക്ക് പോലും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കുട്ടികളോടും പറയണ്ടല്ലോ. അപ്പോൾ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ 2 വേർഷനായിട്ട് തന്നെ വരുന്ന കാലങ്ങളിൽ മത്സരം വെക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം. ഇന്നും ഇപ്പോൾ കാസർഗോഡിന്റെ ഭാഗങ്ങളിൽ ഇതിപ്പോഴും ഒരു ആചാരമായിട്ട് കളിക്കുന്നുണ്ടോ? കുറവാണ്. കാരണം എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ മറ്റ് സംസ്ഥാനത്തേക്കും പിന്നെ മറ്റ് വിദേശത്തൊക്കെ പോയി. അപ്പോൾ തീർച്ചയായും അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പം ഒരു പ്രാദേശികതരമായി പഠിക്കുന്നു ചെയ്യുന്നൊക്കെ ഉള്ളൂ. പൊതുവില് ഈ വിവാഹ പന്തലിൽ കളിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതിഷേധമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ശരിക്കും തീർച്ചയായും ഒരു പ്രതിഷേധമുണ്ട്. അത് നമ്മുടെ ജമ്മി കുടിയാൻ ഒരു വ്യവസ്ഥയിൽ തമ്പ്രാന്റെ മുമ്പിൽ നമ്മൾ പുറത്തടിച്ച് പ്രതിഷേധിക്കുന്ന ചടങ്ങ്. അത് തിരണ്ട് മങ്ങാത്തിനാണ് പാട്ട്. എള്ളുള്ളേരി മാണി നങ്കരെ വീരചേട്ടറ്റുണ്ട് മാണി നങ്കരെ. അത് ഒരു നമ്മുടെ പ്രതിഷേധം നമ്മളെ പുറത്തടിച്ച് ചെയ്യുന്നതാണ് നമ്മൾ. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട് വെച്ചാൽ പുരുളിപ്പാട്ട്. ഒരു കൂട്ടുകുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു കർഷകന്റെ പാട്ടാണ്. അത് കൂട്ടുകുടുംബം പോറ്റാൻ വേണ്ടി തമ്പ്രാന്റെ കണ്ടത് പണിയെടുത്തിട്ട് എത്രത്തോളം ഈ 32ഓളം അല്ലെങ്കിൽ 30ഓളം ഉള്ള കൂട്ടുകുടുംബം എങ്ങനെ പോറ്റും. അതിൽ 3 ദിവസം 4 പുരുളിക്ക് 3 നെല്ലു കിട്ടും. 3 നെല്ലു കൊണ്ടോ പുരുളി മക്കളെ പോറ്റേണ്ടത്. ഉപ്പോ വാങ്ങേണ്ടത് പുരുളി ചപ്പോ വാങ്ങേണ്ടത്. ഉപ്പോ വാങ്ങേണ്ടത് പുരുളി ചപ്പോ വാങ്ങേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട് പാട്ടുകളിലൂടെ. അത് കൃഷിപ്പാട്ടുണ്ട്, ഇതിൽ നായാട്ട് പാട്ടുണ്ട്, തെയ്യക്കാരൻ്റെ ഒരു കഥ പറയുന്ന പാട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ തുളു മലയാളം പാട്ടുകൾ ഇതിനുണ്ട്. തുളു ഭാഷയിലാണല്ലേ ശരിക്കും? തീർച്ചയായും ആ തുളുവാണ്. ആ തുളു മാവിലാണ് ശരിക്കും കൊണ്ടുവന്നത്. തുളു തന്നെ 3 വേർഷൻ ഉണ്ട്. കന്നഡ തുളുണ്ട്, മീഡിയം തുളുണ്ട്, കിഴക്കൻ തുളുണ്ട്. അങ്ങനെ 3 തരത്തിലുണ്ട്. പിന്നെ എൻ്റെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ഈ പടന്തന സ്കൂളിലേക്ക് വന്ന ഒരു രാജഗോപാലനും കൂടി ഉണ്ട് ഇതിൽ. പിന്നെ അദ്ദേഹം ഇപ്പോൾ പുറത്ത് ഈ ഞാൻ സംസാരിക്കണോ അദ്ദേഹത്തിന് മൈക്ക് മുമ്പിൽ കാണാൻ ചെറിയ നാണാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ നമുക്കൊരു പ്രതികരണത്തിലേക്ക് പോകണം. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണല്ലോ അല്ലേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് മംഗലം കളിയുമായി എത്തുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നോ? കാസർഗോഡ് ഏത് സ്കൂളാണ് നിങ്ങള്? ആലപ്പുഴ ജില്ലയിലാണല്ലേ? മാഷ് അവിടെ ഒന്ന് പഠിപ്പിച്ചതാണോ? അപ്പോ നേരത്തെ ജില്ലയിൽ മത്സരിച്ചിരുന്നോ? കഥയൊക്കെ അറിയാവോ? മാഷ് പറഞ്ഞ കഥയൊക്കെ അറിയോ? ഒന്നും അറിയില്ലേ? അറിയാതാണോ ഇപ്പൊ കളിച്ച്? കുട്ടികളും ഏറെ സന്തോഷത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മംഗലം കളി ഉൾപ്പെടെയുള്ള ഇരുള നൃത്തം അടക്കമുള്ള 5 തനത് കലാരൂപങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജന്മി കുടിയാൻ വ്യവസ്ഥിതിക്കെതിരെ ഒരു കാലത്ത് ആ ജനത പോരാടിയ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം എന്നോണം അവരുടെ നാടുകളിൽ നടത്തിയ ആചാരപ്രകാരം നടത്തിയ ഒരു കലാരൂപമായിരുന്നു മംഗലം കളി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടറായിരുന്നു സോളമൻ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.